എത്രത്തോളം വലിയ പ്രയത്നം ആണ് ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മുബഷീർ, ഇത്രയധികം മണിക്കൂറുകൾ ഈ വെള്ളത്തിൽ തന്നെ എത്രയോ തവണ താഴത്തേക്കൊക്കെ പോയി നോക്കുന്നുണ്ട് രക്ഷാപ്രവർത്തകർ, എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളത്. പക്ഷെ അത് മനുഷ്യ സാധ്യമല്ല എന്ന് തിരിച്ചറിയുകയായിരുന്നു പോയ മണിക്കൂറുകളിൽ. തീർച്ചയായും അത് വലിയ വെല്ലുവിളി നിറഞ്ഞൊരു രക്ഷാദൗത്യം തന്നെയായിരുന്നു. 1 മണിയോടുകൂടി സംഭവമുണ്ടായി. ആദ്യഘട്ടത്തിൽ നാട്ടുകാരുടെയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി. ആദ്യഘട്ടത്തിൽ തന്നെ ജാഫറിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചിരുന്നു. പക്ഷേ പിന്നീട് ഈ ലോറിക്കകത്ത് ജാഫറിന്റെ കൂടെ ഉണ്ടായിരുന്ന സഹായിയായിട്ടുള്ള മുസ്തഫ അകപ്പെട്ടതായിട്ടൊരു വിവരം ലഭിക്കുന്നു. നാട്ടുകാരുടെയൊക്കെ തന്നെ നേതൃത്വത്തിൽ വീണ്ടും ആ ഒരു ശ്രമം നടത്തുന്നു. ഏകദേശം 7 മണിക്കൂറിന് ശേഷമല്ലേ നമ്മൾ ഈ ലോറി കണ്ടെത്തുന്നത്? അതെ, ഏകദേശം 7 മണി നോമ്പ് പറഞ്ഞ ആ സമയത്ത് നോമ്പറക്കുന്നൊക്കെ മുന്നായിട്ട് തവണ ഈ ക്രെയിനിന്റെ റോപ്പിറക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, ലോറി ഇപ്പൊ കിട്ടുന്നില്ല. ഇപ്പോഴാണ് കിട്ടിയത്. ഈ ലോറിക്കുള്ളിൽ തന്നെ മുസ്തഫ ഉണ്ടെന്ന് നേരത്തെ സ്ഥിരീകരിച്ചതാണ്. ഇപ്പോഴും അതാണ് ഇവരൊക്കെ പറയാനുള്ളത്. ലോറിയുടെ മുകൾ ഭാഗം ഉയർന്ന സ്ഥിതിക്ക് മുസ്തഫയെ പുറത്തെടുക്കാനുള്ളതായി ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്ത് കണ്ടിട്ടുള്ളത്. ബാക്കി ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ചിട്ട് ബെൽറ്റ് എക്സ്ട്രാ കുടുക്കിയിട്ട് ഒന്നും കൂടി പൊക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നല്ല ചതുപ്പായിരുന്നു തോന്നുന്നു. ഇവിടെ ഈ സൈഡും ചതുപ്പാണ്, പിന്നെ അത്രയും താഴ്ചയുള്ള കോറിയാണ്. പഴയ കാലത്തൊക്കെ 40 വർഷമായിട്ട് പഴക്കമുള്ള കോറിയാണ്, അത്രയും താഴ്ചയുള്ള കോറിയാണ്. അടി എന്താണെന്നുള്ളത് ആർക്കും പറയാൻ പറ്റുന്നില്ല. ഫയർഫോഴ്സ് ആയാലും അതാണ് സംഭവം. മധു, ലോറിയുടെ ഒരു ഭാഗം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും രക്ഷാദൗത്യം ഇപ്പോഴും വെല്ലുവിളി നിറഞ്ഞതാണ്. ഇപ്പോൾ ട്രെയിനിൽ നിന്നുള്ള റോപ്പിന്റെ ഒരു ഭാഗം അത് അടർന്നു പോയോ എന്ന് സംശയമുണ്ട്. കാരണം അത്രത്തോളം ഭാരമുള്ളൊരു വാഹനമാണ് ലോറി എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അത്രത്തോളം ടൺ ഭാരമേറിയൊരു വാഹനമാണല്ലോ അത്രത്തോളം താഴ്ചയിലേക്ക് പതിച്ചു വീണത്. അതിനെ വീണ്ടെടുക്കുക എന്ന് പറയുന്നത് അത് വളരെ പ്രയാസമേറിയൊരു ദൗത്യം തന്നെയായിരുന്നു. എങ്കിലും 7 മണിക്കൂറിന് ശേഷം ലോറി കണ്ടെത്തിയിരിക്കുന്നു. ലോറി ഇപ്പോൾ മുകളിലേക്ക് ഉയർത്താനുള്ള ശ്രമത്തിനിടയിൽ ക്രെയിനിൽ നിന്നുള്ള റോപ്പിന്റെ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് അടർന്നു പോയിട്ടുണ്ട്. പക്ഷേ അത് പരാജയപ്പെട്ടിട്ടില്ല. അത് വീണ്ടും കണക്ട് ചെയ്തുകൊണ്ട് വീണ്ടെടുക്കാനുള്ള ശ്രമം തന്നെയാണ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഇവിടെ തടിച്ചുകൂടിയ ആളുകളോടൊക്കെ തന്നെ പൂർണ്ണമായിട്ട് ഇവിടെ നിന്ന് മാറി നിൽക്കാനൊക്കെ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ക്രെയിൻ പോലെ വലിയ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഉയർത്തുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ അത് പൊട്ടി അത് തെറിച്ചു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് വലിയ പ്രയാസം, മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കും. അതുകൊണ്ട് രക്ഷാദൗത്യവുമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കണമെന്ന ആളുകളോട് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അഭ്യർത്ഥിക്കുന്നു. എന്തായാലും രക്ഷാദൗത്യത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള നിമിഷങ്ങളായിട്ട് ഈ 7 മണിക്ക് ശേഷമുള്ള സമയം മാറുന്നു എന്ന് പറയേണ്ടി വരും. അത് കാരണം ഈ നിമിഷത്തിന് വേണ്ടിയായിരുന്നു എല്ലാവരും കാത്തിരുന്നത്. ആ ലോറി കണ്ടെത്തുന്നതിന് വേണ്ടി, ലോറിക്കുള്ളിലെ നമ്മുടെ പ്രിയപ്പെട്ട മുസ്തഫയെ കണ്ടെത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തെ പുറത്തെത്തിച്ച് അദ്ദേഹത്തിന് ലോറിയുടെ 4 വശത്തും കയർ കെട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ക്രെയിൻ ഉപയോഗിച്ച് കൂടുതൽ ഉയർത്താനുള്ള ശ്രമം നടക്കുന്നത്. 3 തവണ പരാജയപ്പെട്ട ശ്രമമാണ്. 4ാമത്തെ തവണ ലോറിയുടെ ഏറെക്കുറെ മുകളിലേക്ക് വന്നിരിക്കുന്നു അല്ലേ? ഉറ്റുനോക്കിയിരിക്കുകയാണ് നമ്മളും, പ്രേക്ഷകരും എല്ലാവരും ഉറ്റുനോക്കിയിരിക്കുകയാണ്. ലോറിയുടെ ഓരോ ഭാഗവും പുറത്തേക്ക് വരുന്ന സമയത്തേക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. അത് വളരെ ദാരുണമായ ഒരു അപകടമാണ് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി സംഭവിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യൻ അതിൽ പെട്ടുകിടക്കുന്നുണ്ട്. രക്ഷിക്കാൻ സാധ്യമായതെല്ലാം ചെയ്തു, പക്ഷേ സാധിക്കുന്നില്ല എന്ന തിരിച്ചറിവിൽ ലോറി ഉയർത്തുക എന്ന ശ്രമം 4ാമത്തെ തവണ പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ് അവിടെ ഫയർഫോഴ്സ് സംഘാംഗങ്ങൾ എല്ലാവരും. മുബഷീർ, കൂടുതൽ മുകളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിരിക്കുന്നു. തീർച്ചയായും അത് ഏറെ പ്രതീക്ഷ നൽകുന്ന കാഴ്ചയാണത്. ലോറി കുറച്ചുകൂടെ മുകളിലേക്ക് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. അതുവഴി ലോറിക്ക് ഉള്ളിൽ അകപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന മുസ്തഫയെ പുറത്തെടുക്കാനുള്ള ശ്രമം നിലവിലെ സാഹചര്യത്തിൽ ലോറി തുറന്ന് അതിനുള്ളിൽ കയറി അദ്ദേഹത്തെ പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് കുറച്ചുകൂടി ലോറി ഉയർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അല്പം വൈകാതെ തന്നെ പൂർത്തിയാകും. അതുവഴി അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കും. ഇപ്പോൾ ദൃശ്യങ്ങൾ കൂടുതൽ വ്യക്തത തരുന്നുണ്ട് മാധു. അതായത് നേരത്തെ ഈ അപകടം സംഭവിച്ച മണിക്കൂറുകൾ പിന്നിട്ടും ഈ ലോറിയുടെ ഒരു ഭാഗം പോലും നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. ഇവിടെ തെരച്ചിൽ നടത്തിയിരുന്ന ആളുകളൊക്കെ തന്നെ പറഞ്ഞിരുന്നത് ചതുപ്പിലേക്ക് ആഴ്ന്നു പോയിട്ടുണ്ട് ലോറി. അത് ഒരു തരത്തിലും പുറത്തെടുക്കാൻ, മനുഷ്യന് സാധ്യമാകുന്ന രീതിയിൽ പുറത്തെടുക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് ക്രെയിൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ക്രെയിൻ കൊണ്ടുവന്ന് 4 തവണയാണ് ക്രെയിനിലെ റോപ്പ് ഉപയോഗിച്ച് ഈ ലോറി മുകളിലേക്ക് ഉയർത്താൻ ശ്രമിച്ചത്. പക്ഷേ അത് സാധിക്കുന്നില്ല. ഒരു ഘട്ടത്തിൽ റോപ്പ് പൊട്ടിപ്പോകുന്നൊരു സാഹചര്യമുണ്ടായി. മറ്റൊരു ഘട്ടത്തിൽ റോപ്പിന് നീളമില്ലാത്തതിനാൽ ലോറിയിൽ കണക്ട് ചെയ്യാൻ കഴിയാതെ പോകുന്നൊരു സാഹചര്യമുണ്ടായി. റോപ്പ് ലോറിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കാതെ പോയി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത്രത്തോളം ആഴത്തിൽ ലോറി താഴ്ന്നു പോയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഏറ്റവും ഒടുവിൽ
ഏറ്റവും ഒടുവിൽ ഏകദേശം 4ാം തവണ നടത്തിയ ഒരു ശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ ലോറിയിൽ റോപ്പ് ലോക്ക് ചെയ്തുകൊണ്ട് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലോറി ഏറെക്കുറെ ഭാഗികമായി തന്നെ മുകളിലോട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇനി അത്രത്തോളം വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് മാധു. ആ ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്. നേരത്തെ 1 മണിയോടുകൂടി നടന്ന സംഭവത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും പറയേണ്ടിയിരിക്കുന്നു. സ്വയം രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു ജാഫർ വാഹനം നിരപ്പായ പ്രദേശമാണെന്ന് കരുതി ഈ ഭാഗത്തേക്ക് വളച്ചൊടിച്ചിരുന്നു. പക്ഷേ ഇവിടെയുള്ള കോറി അദ്ദേഹം കണ്ടിരുന്നില്ല. അപ്രതീക്ഷിതമായിട്ടുണ്ടായ അപകടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന മരച്ചില്ലുകൾക്ക് ഇടയിലൂടെ ഇടിച്ചു കയറി നിയന്ത്രണം വിട്ട ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞു. തെറിച്ചു വീണ ജാഫറിനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിലേക്ക് മാറ്റി. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ചികിത്സയിൽ തുടരുകയാണ്. ഇതാ ഇപ്പോൾ ജാഫറിന്റെ കൂടെ ഉണ്ടായിരുന്ന മുസ്തഫ, പ്രിയപ്പെട്ട മുസ്തഫയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ, കഠിന പ്രയത്നം, ആത്മവിശ്വാസത്തോടു കൂടിയുള്ള തിരച്ചിൽ, അത് മണിക്കൂറുകളുമായിട്ട് ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്ന തെരച്ചിൽ അത് ആ നിലയിൽ പുരോഗമിക്കുന്നു. അതിനിടയിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള നിമിഷം എത്തിയിരിക്കുന്നു. ലോറി കണ്ടെത്തിയിരിക്കുന്നു. ലോറിയിൽ നിന്നും മുസ്തഫയെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ആ നിമിഷത്തിനു വേണ്ടി തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇവിടെ തടിച്ചുകൂടിയ ഓരോ മനുഷ്യരും ആ ഒരു നിമിഷത്തിനു വേണ്ടിയായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. ജാഫറിനെ ആരോഗ്യവാനായി തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയ പോലെ ജാഫറിൻ്റെ സുഹൃത്തായിട്ടുള്ള മുസ്തഫയെ നമുക്ക് പുറത്തെത്തിക്കണം, ആശുപത്രിയിലേക്ക് മാറ്റണം എന്നുള്ളത് ഓരോ നാട്ടുകാരും ഓരോ ഘട്ടങ്ങളായി നമ്മളോട് പങ്കുവെച്ചതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ കൂടുതൽ ദൃശ്യങ്ങൾ വന്നിരിക്കുന്നു. അതനുസരിച്ച് അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് മുസ്തഫയെ പുറത്തെത്തിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാധു, മുബഷിറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആദവനാട്, മലപ്പുറം ആദവനാടാണ് ദൗർഭാഗ്യകരമായി അപകടമുണ്ടായത്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത്. നിരപ്പായ പ്രദേശം എന്ന് വിചാരിച്ചുകൊണ്ടാണ് വാഹനം ഒന്ന് തിരിക്കാനുള്ള ശ്രമം ഉണ്ടായത് ജാഫറിന്റെ ഭാഗത്തു നിന്ന്. പക്ഷേ മരങ്ങളിൽ നിന്ന് നിയന്ത്രണം വിട്ട മരങ്ങൾക്കിടയിലൂടെ ഈ ക്വാറിയിലേക്ക് നിർത്തിയിട്ടിരിക്കുന്ന ക്വാറിയാണ്, അതിലേക്ക് വാഹനം ഇടിച്ചു വീഴുകയായിരുന്നു. ജാഫർ പുറത്തേക്ക് തെറിച്ചു വീണു. നാട്ടുകാർക്ക് രക്ഷിക്കാനും സാധിച്ചു. പക്ഷേ മുസ്തഫ അതിനുള്ളിൽ കുടുങ്ങിപ്പോയി എന്നുള്ളതാണ്. 1 മണിക്ക് മുതൽ ഈ വാർത്ത പുറത്തു വന്നത് മുതൽ നാട്ടുകാരടക്കം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം എല്ലാവരും ചേർന്നുകൊണ്ടുള്ള സംയുക്തമായ രക്ഷാപ്രവർത്തനം തന്നെയാണ് ആദവനാട് നടന്നത്. പക്ഷേ മുസ്തഫയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. ഇപ്പോൾ ആ വാഹനത്തിന്റെ 3 തവണ ശ്രമിച്ചു ക്രെയിൻ അവിടേക്ക് കൊണ്ടുവന്ന് ആളുകൾ ഈ വെള്ളക്കെട്ടിന് ഉള്ളിലേക്ക് പോയി പരിശോധന നടത്തി. പക്ഷെ അവിടെ നിന്ന് എടുത്തുകൊണ്ടുവരാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ക്രെയിൻ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചത്.